ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പുതിയ വീഡിയോ ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിട്ട് ഉത്സവം തുടങ്ങി. അപ്പോൾ മോഹൻലാലിനെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ആറ്റുകാൽ പൊങ്കാല മോഹൻലാൽ വന്നിട്ട് അത് കാണാൻ പറ്റുമോ ഇല്ലേ അതിൻ്റെയൊക്കെയാണ് കാഴ്ച. എന്തുമാത്രം ആൾക്കാരാണ് നോക്കിയാണ് കാണാൻ വേണ്ടി. എന്തോ ഭാഗ്യത്തിൽ എനിക്ക് ഫ്രണ്ടിൽ കയറാൻ പറ്റി. ഹൗസ്ഫുള്ള്. പക്ഷെ ഇവിടെയൊന്നും അങ്ങനെ ആരും വന്നില്ല. ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ ഇരുന്നാലും മതിയായിരുന്നു. എന്നെ പിടിച്ച് ഫ്രണ്ട്സ്. ഞാൻ അവിടെ ഉച്ചയ്ക്ക് നിന്നപ്പോൾ പോലീസ് എന്നെ വന്ന് ചോദിച്ചു ഞാൻ യൂട്യൂബ് ചാനൽ വന്നപ്പോൾ ഇറങ്ങി വിളിയിരുന്നു. അങ്ങനെ ഞാൻ അല്ലേ ഇവിടെ നിന്ന് എങ്ങനെയാണ് എടുക്കാൻ? ഇവിടെ നിന്നിട്ടൊരു കാര്യം അതില്ല. അവിടെ നല്ല വൈബായിരുന്നു കേട്ടാ. വേറെ ഏതെങ്കിലും വഴി കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മളൊന്ന് കറങ്ങി നോക്കണ. അത്യാവശ്യം തിരക്കുണ്ടല്ലേ? നോക്ക് എല്ലാവരും വന്നു തുടങ്ങി. ഓ ലൈറ്റും ഉത്സവ വൈബ് അല്ലേ? അങ്ങനെ വരാൻ ഇനി ടൈം മോഹൻലാൽ വന്ന് അതിനിപ്പോൾ തിരക്ക് നോക്കിയാണ് ഫ്രണ്ട്സ്. ഇതൊരു പാടാ. നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല, നമുക്ക് ഏതെങ്കിലും ചാടാൻ പറ്റുമെന്നൊക്കെ നമ്മൾ നോക്കാൻ പോകണം. ഫുള്ളല്ലേ ഭയങ്കര തിരക്കായി പോയി. തിരക്ക് കൂടി വന്നല്ലേ? സ്പോട്ട് നമുക്ക് മോഹൻലാൽ ഇതുവരെ പോകണം. 8 മണിയാവുന്നു. 8 മണിയാവുന്നു. മണി 6 ഇനി 2 മണിക്കൂടെ നിൽക്കണം. ഓരോ വെള്ളങ്ങൾ കുടിക്കാം അല്ലേ? എങ്ങനെയാട്ടാ വില എങ്ങനെയാ? 50-60. 50ൻ്റെ അത് 50ൻ്റെ അത് ഓ ഏത് വേണം? 50 പ്രാഷൻ പോട്ട് ഒരു കേസ് നടന്നിരിക്കുമ്പോൾ പോലീസ് കടകളുമായി ബന്ധപ്പെട്ടു ശരണം ജീവിക്കുക. സ്വച്ഛമായത് ഇവിടെയൊക്കെയാണ് ഈ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കൊച്ചു വന്ന് പൈസയിലും ഉണ്ടാകും ചോദിച്ചിട്ട് പോയി കൊടുത്താൽ ശരിയാവുമല്ലോ. അവർക്കൊക്കെ നല്ല പിരിവാണ്. അത്യാവശ്യം ലൈറ്റിംഗ് ഒക്കെ കൊള്ളാം കേട്ടോ. അത് അങ്ങോട്ടും അത് ഗോസ്റ്റ് ഹൗസിൻ്റെ റൂമൊക്കെ ഉണ്ട്. പ്രായത്തില്ല ചിലക്ക് കൂടി വരാം കേട്ടോ. ക്വാളിഫൈ വാങ്ങിച്ചു കൊള്ളാം അല്ലേ? കഴിച്ചോ സെറ്റായിരിക്കും. കൊള്ളാം. ചൂട് കുറവ് എന്നാലും കൊള്ളാം അല്ലേ? 60 രൂപ. 60 വർത്തന്നടാ. ഇതിന് അകത്തോട്ട് നമ്മൾ കയറി നോക്കാന്ന് വെച്ചല്ലേ? പണ്ട് ഇവിടെയൊക്കെ ആയിരുന്നു സ്റ്റേജ്. ഇപ്പൊ സ്റ്റേജ് മാറ്റി അങ്ങോട്ടാക്കി കേട്ടാ. കുറെ നടക്കമുണ്ട് കേട്ടാ. ഇതിൻ്റെ അകത്ത് നൃത്തം നടക്കണം കേട്ടാ. ഇവിടേക്ക് ഇപ്പം തിരക്കുറവുണ്ട്. ഇനി അങ്ങോട്ട് പോകാൻ ദിവസങ്ങൾ തൊടാൻ പറ്റില്ല ഇവിടെ ഒന്നും. ഗോവിന്ദ മോഹൻലാലിനെ കാണാൻ പോകുന്ന തിരക്കാണ്. നോക്കിയാണ്. ഹര ഹരോ ഹര ഹര. മോഹൻലാലിനെ നമുക്ക് ഇതേ എടുക്കാൻ പറ്റും. അപ്പൊ താന്നല്ലേ ഒപ്പേണോ?
നന്ദി. സ്വാഗത പ്രസംഗത്തിനായി ആൾക്കാർ നമുക്ക് എങ്ങനെ സ്ഥലം ഫുള്ളാക്കി വാങ്ങാനും എത്തിയ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ മോഹൻലാലിനെ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൊച്ചിന്റെ ഭാഗ്യം. അടുത്തതായി ഈ വി ശോഭയെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓലിന് അടുത്തിരിക്കാൻ പറ്റില്ല അല്ലേ ശോഭ. നമസ്കാരം. താങ്ക് യു സർ. വയ്യ, നടക്കാൻ വയ്യ കേട്ടാ. നന്ദി സർ. അടുത്തതായി വിളിക്കോ ലാലേട്ടൻ വിളിക്കല്ല. നിങ്ങൾക്ക് എന്നെ കണ്ട് സന്തോഷമായി. വിളിക്കണം, നമുക്ക് എല്ലാം കൂടെ വിളിക്കാം. എന്നെ കണ്ടുകൂടെ? കേരള സർക്കാരിന്റെ പല ഉന്നത സ്ഥാനങ്ങളിൽ എന്നവിടെ മോഹൻലാലിനാണ് എന്റെ ഇരട്ട പേര്. അല്ലേ? ഓ ചെറിയൊരു കട്ടൊക്കെ ഉണ്ട് അല്ലേ? ആ മുടിയൊക്കെ പോയി ഇത് തലക്കെട്ടൊക്കെ ആയതുകൊണ്ടാണ് മനസ്സിലാവാത്ത. ക്യാൻസർ ചികിത്സാ രംഗത്തെ അഗ്രഗണ്യനായ ഡോക്ടർ വി.പി. ഗംഭീർ ഉള്ളത്. ഈ വർഷത്തെ അംബ പുരസ്കാരം നൽകുന്നതിന് തിരഞ്ഞെടുത്തത് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ മലയാളത്തിന്റെ അഭിമാനമായ സമാനതകളില്ലാത്ത ബഹുമുഖ പ്രതിഭ മോഹൻലാലിനെയാണ്. വളരെ സന്തോഷമുണ്ട്. നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോഹൻലാലിനെ എനിക്ക് പോവാത്ത ഭാഗ്യമായി. താങ്ക് യു മാം. അതെ വിളിയണ നോക്കി. ട്രഷറർ ശ്രീമതി എ ഗീതാകുമാരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കണ്ട് നമ്മള് വെട്ടി കണ്ട ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും സഹോദരി കൊള്ളാം അല്ലേ? ലൈറ്റ് മഴ 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 പെയ്യുമ്പോഴേക്കുന്നല്ലേ? എന്നാലും ഞാൻ നോക്കിയാണ് തിരക്ക് നോക്ക്. ജനങ്ങളുടെ കടലാണ് ഇവിടെ നോക്കിയാണ്. 5 ബസ് വണ്ടി
ഇങ്ങനെ ഈ പുറത്തോട്ട് ഇറങ്ങണം. ബൈക്ക് വെച്ച് സ്ഥലം മറന്നുപോയി. ബൈക്ക് തപ്പി നടക്കണം അല്ലേ? ബൈക്ക് വെച്ച് സ്ഥലം മറന്നു. ബൈക്ക് തപ്പി നടക്കണം. ഓ ഇങ്ങനെ നമ്മൾ ആരും